ഇതെടുത്ത് മാറ്റ്. ആ വാസോണ, ഇതെടുത്ത് താഴത്തേക്ക്. പണിയാതങ്ങളൊക്കെ എടുത്തോണ്ട് വാ. ഇതാണ് കിണറിന്റെ സ്ഥാനം. സ്ഥാനമുറച്ചപ്പോ വെലുവാപക്ഷി ചിലച്ച് സ്ഥാനം ശരി തന്നെയെന്ന് അറിയിച്ചു. പരദേവതയോടും കുലദൈവങ്ങളോടും പാതാള ദേവതകളോടും അനുമതി വാങ്ങി സ്വപ്നഭൂമിയിലെ കിണറ് ഞാനിവിടെ കുഴിക്കുക. വേണ്ട, ഈ സ്ഥാനത്ത് കിണർ കുഴിക്കണ്ട. വേറൊരിടം കണ്ടുപിടിക്കണം. എന്തേ? കാര്യമുണ്ട്, അത് തന്നെ. പൗർണമി കഴിയും മുമ്പേ ഇനി ഒരു സ്ഥാനം നിർണയിക്കണം. എനിക്ക് പറ്റില്ല. ഈ വേദപുസ്തകത്തെയും അച്ഛന്റെ പണിയായുധങ്ങളെയും അമ്മ തന്ന പൂജാവസ്തുക്കളെയും ധിക്കരിക്കാൻ എനിക്ക് പറ്റില്ല. വെലുവാപക്ഷിയുടെ രൂപത്തിൽ നല്ല വൃത്താന്തം അറിയിച്ച പ്രകൃതേശ്വരുടെ ആശീർവാദം അവഗണിക്കാനും എനിക്ക് പറ്റില്ല. ഈ സുന്ദര കില്ലാടി ഈ സ്വപ്നഭൂമിയിൽ ഒരു കിണർ കുഴിച്ചാൽ അത് അവിടെയായിരിക്കും, അവിടെ മാത്രം. ആരെന്തൊക്കെ പറഞ്ഞാലും അതിലൊരു മാറ്റമില്ല. കൃത്യം അതേ സ്ഥാനത്ത് തന്നെ മുമ്പൊരു കിണർ കുഴിച്ചതാ. 60 വർഷങ്ങൾക്ക് മുമ്പ് സർക്കാരിന്റെ ആജ്ഞയും കോടതിയുടെ ഉത്തരവുമായി വന്ന ഒരു തഹസീൽദാര് കുഴിക്കല്ലേ കുഴിക്കല്ലേ എന്ന് അന്നിവിടെ ഉള്ളവർ കരഞ്ഞു പറഞ്ഞതാ, കേട്ടില്ല. അന്ന് ഇതുപോലെ സ്ഥാനം നിശ്ചയിച്ചത് കല്ലുശ്ശേരിക്കാരൊരു മേസ്ത്രിയായിരുന്നു. തുടക്കം മുതലേ ദുശകനങ്ങൾ. 45 കോൽ കുഴിച്ചു എന്നപ്പോ മണ്ണിടിഞ്ഞു, ഭൂമി ഇളകി, പിന്നെ അതൊരു ഭൂമികുലുക്കമായി മാറി. കിണർ കുഴിക്കാൻ സഹായിച്ച സ്വപ്നഭൂമിയിലെ 17 ചെറുപ്പക്കാരും മണ്ണിടിഞ്ഞു വീണു മരിച്ചു. ഇടിഞ്ഞു വീണ മണ്ണിനടിയില് ആ സ്ഥാനത്ത് ഇപ്പോഴും കിടപ്പുണ്ട് കല്ലൂശ്ശേരിക്കാരൻ മേസ്ത്രി. ആ കിണറ് മണ്ണിട്ട് മൂടിയതിനു ശേഷമാണ് ഭൂകമ്പം നിന്നത്, രോഗം ശമിച്ചത്, എല്ലാം ശാന്തമായത്. അന്ന് മരിച്ചവരെ അവിടെയാണ് അടക്കം ചെയ്തിരിക്കുന്നത്. അവരുടെ നെഞ്ചത്ത് കൂടി തന്നെ ഇനിയൊരു കിണർ കുഴിക്കണോ? ഈ നാശം പിടിച്ച സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടാൻ ഇതേ ഒരൊറ്റ മാർഗമുള്ളൂ. ഇവിടെ തന്നെ കുഴിക്കുന്ന കടുംപിടുത്തം പിടിച്ചോ, എന്നാ നമുക്ക് രക്ഷപ്പെടാം. വാസോണ്ണം വേറെ പണി നോക്കണം. 17 അല്ല 17,000 പേരോടെ ചത്ത് കിടപ്പുണ്ടെങ്കിലും ഞാൻ അവിടെ കുഴിക്കൂ. അത് ഉറപ്പാ. മറ്റെവിടെയെങ്കിലും കിണറിന് സ്ഥാനം നോക്കണെങ്കിലേ മറ്റേതെങ്കിലും മേസ്ത്രിയെ കൊണ്ടുവന്നോ, ഞാനില്ല. പിള്ളേര് കളിയാണെന്ന് വിചാരിച്ചേ രാത്രി മുഴുവൻ ഉറക്കം ഉളച്ചിരുന്ന ശാസ്ത്രം അത്ര മനപ്പാടമാക്കി ഏകാഗ്രതയോടെ സ്ഥാനം കുറിച്ച് ചിലരുടെ കാര്യ ഈ സ്ഥാനം മാറ്റി ഞാൻ വേറെ സ്ഥലത്ത് മണ്ണ് മാന്തിയ സോറി
ഞാൻ വേറെ സ്ഥലത്ത് മണ്ണ് മന്തിയാലേ പൂർവികളുടെ ആത്മാക്കൾ പോലും എന്നോട് പൊറുക്കില്ല. വേഗം വലിച്ചേ. വേഗം പറയണം. ഈ സ്ഥാനത്ത് കുഴിക്കാനാണെങ്കിൽ മരണത്തെ പോലും ഭയപ്പെടാതെ ഞാൻ റെഡി. അല്ലെങ്കിൽ വേറെ ആളെ നോക്കിക്കോട്ടാ. ഒരു കാരണവശാലും യുവമാരെ ഇവിടുന്ന് വിടരുത്. സ്ട്രോങ് ആയിട്ട് നിന്നോ. ഈ കാര്യം പറഞ്ഞിട്ട് അഡ്വാൻസ് തിരിച്ചു കൊടുക്കാതിരിക്കുക. വേഗം തീരുമാനം പറ. ഞാനിവിടെ കുഴിക്കണോ അതോ ഇവിടുന്ന് പോണോന്ന്? സുന്ദരകില്ലാടി ഇവിടുന്ന് തിരികെ പോയാൽ പിന്നെ ഒരിക്കലും നമുക്കിവിടെ ഒരു കിണറുണ്ടാവില്ല. അതുകൊണ്ട് ശകുനം നോക്കി അതനുസരിച്ചുള്ള തീരുമാനമെടുക്കാം. വെള്ളച്ചാമി,